തങ്ങൾക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ മനുഷ്യർ പൊതുവെ ശത്രുക്കൾ എന്ന് വിളിക്കുന്നു. അങ്ങനെ സ്കൂൾ, കോളേജ് കാലഘട്ടത്തിലും തൊഴിൽ മേഖലകളിലുമായി ഒട്ടനവധി ശത്രുക്കൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്തിനേറെ ആത്മീയ ലോകത്തിൽ പോലും തങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന ഒട്ടനവധി പേരുണ്ട്. യഥാർത്ഥത്തിൽ ദൈവമക്കൾക്ക് ശത്രുക്കളുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ആരൊക്കെയാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ദൈവമക്കൾക്ക് ശത്രുക്കളില്ല. പക്ഷേ ഒരു ശത്രുവുണ്ട്. ആ ഒരു ശത്രു ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന പിശാചാണ്. തിരുവചനം വളരെ വ്യക്തമായി പറയുന്നത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ദൈവമക്കൾക്ക് മനുഷ്യരായ ശത്രുക്കൾ ആരും തന്നെയില്ല. പലരും നമുക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടാകാം. എന്നാൽ അവരെ ആരെയും ശത്രുഗണത്തിൽപ്പെടുത്താൻ നമുക്ക് പ്രമാണമില്ല. പകരം ക്രിസ്തു അവരെയും സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ അവരോടുള്ള ദൈവസ്നേഹം നാം പ്രകടിപ്പിക്കണം. അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷിപ്പാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കുക. അങ്ങനെ നാം ചെയ്താൽ തിരുവചനം പറയുന്നത്, സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 22-ാം വാക്യം, യു വിൽ ഹീപ്പ് കോൾസ് ഓഫ് ഫയർ ഓൺ ഹിസ് ഹെഡ്, നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. പുരാതന കാലത്ത് വീടുകൾ ചൂടാക്കാനും ഭക്ഷണം ഉണ്ടാക്കുവാനുമായി ഒരാൾക്ക് തലയിൽ ചുമന്നുകൊണ്ടു പോകത്തക്കവണ്ണം വലുപ്പമുള്ള പോർട്ടബിൾ ഗ്രില്ലിൽ കത്തുന്ന കനൽ വെച്ചുകൊണ്ടാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇത് തലയിൽ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ചൂടുള്ള കൽക്കരികൾക്ക് കുറവ് സംഭവിക്കാം. ആ സമയത്ത് കൂടുതൽ ചൂടുള്ള കൽക്കരി കൈവശം വെച്ചിരിക്കുന്ന നല്ല അയൽക്കാർ തങ്ങളുടെ വീടിന് മുമ്പിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ തലയിൽ വെച്ചിരിക്കുന്ന ഈ പോർട്ടബിൾ ഗ്രില്ലിൽ, അല്ല എങ്കിൽ പാത്രത്തിൽ കത്തുന്ന കൽക്കരി വെച്ചു കൊടുക്കുന്നു. ഒരാൾ മറ്റൊരാൾക്ക് സ്വമേധയായി ചെയ്യുന്ന സ്വതസിദ്ധവും മര്യാദയുമുള്ളതായ പ്രവൃത്തിയുടെ ഒരു ജനപ്രിയ പദപ്രയോഗമത്രേ, നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്നത്. പകരത്തിന് പകരം ചെയ്യുന്നത് ദൈവിക പ്രമാണമല്ല. നമുക്കെതിരായി പ്രവർത്തിക്കുന്നവരോട്, നമുക്കെതിരായി സംസാരിക്കുന്നവരോട് കരുണയും ദയയും കാട്ടുക. അവരുടെ ഗുണത്തിനും നന്മയ്ക്കായും പ്രവർത്തിക്കുക. അവർക്കായി പ്രാർത്ഥിക്കുക. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കും ഒരു ദോഷവും ചെയ്യരുത്. പകരം അവരുടെ ആവശ്യങ്ങളിൽ സഹായത്തിൻ്റെ കരം നീട്ടുക. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.